ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ക്യൂബി ചാനൽ സ്വാഗതം ഞാൻ ചെയ്യുന്നു. വിഷുവൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് ആഘോഷിച്ചോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ വെക്കേഷൻ അല്ലേ, സ്കൂൾ വെക്കേഷനാണ്. അപ്പോൾ സ്കൂൾ വെക്കേഷന് വിരുന്ന് പോയവർ എത്ര പേരുണ്ട്, അവരവരുടെ വിരുന്ന് പോയവരുടെ സ്ഥലങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനും വിരുന്ന് പോയി. എൻ്റെ അമ്മമ്മ വീട്ടിലേക്കാണ് പോയത്. അമ്മമ്മ വീട് പറയുമ്പോൾ പാലക്കാട് ഒരു പന്നിയമ്പാടം പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ അമ്മമ്മ വീട്. പാലക്കാട് ജില്ലയാണ് എൻ്റെ മികച്ച എന്നിൽ ഉൾപ്പെടുന്ന ഒരു എൻ്റെ സ്വന്തം ജില്ല വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് എൻ്റെ പാലക്കാട് ജില്ല. പാലക്കാടിലൊരു ഉൾപ്പെടുന്ന സ്ഥലമാണ് പന്നിയമ്പാടം. പന്നിയമ്പാടത്തിന് കുറച്ച് അങ്ങോട്ട് പോയാൽ പാലക്കാടെത്തും. പന്നിയമ്പാടം എന്ന് ചോദിച്ചാൽ മതി. ആരാണെങ്കിലും എങ്ങോട്ട് പോകുകയാണെങ്കിലും പന്നിയമ്പാടം ഒരു പാടുള്ള സ്ഥലമൊക്കെയാണ്. അപ്പം അവിടെയാണ് എൻ്റെ അമ്മമ്മ വീട്, എൻ്റെ അമ്മേൻ്റെ വീട്. എൻ്റെ അച്ഛൻ വീട് ഇവിടെ തന്നെയായിരുന്നു. എല്ലാവരും വേറെ സ്ഥലത്തേക്ക് അങ്ങനെ ഉൾപ്പെട്ട് പോയി. അങ്ങനെ പോയി. എന്നാലും ഞങ്ങൾ പോകുന്ന സ്ഥലം ഒരു ഇപ്പം പേര് ഇവിടെ എനിക്ക് പേര് കിട്ടില്ല. പേര് കിട്ടുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഗൈസ്. പേര് കിട്ടുമ്പോൾ ഞാൻ പറയാം. ആരൊക്കെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഏപ്രിൽ 2024 വിഷു ആഘോഷിച്ച് തകർപ്പനാക്കിയ ആൾക്കാരുടെ പേരും അവരുടെ ആഘോഷിച്ച വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എൻ്റെ വീട് പറയുന്നത് മണ്ണാർക്കാട് ഒരു സ്ഥലത്താണ്. പാലക്കാടിൽ ഉൾപ്പെടുന്നൊരു സ്ഥലമാണ് മണ്ണാർക്കാട്. കാഞ്ഞിരപ്പുഴ ഞങ്ങളിരിക്കുന്നത് ഇപ്പോൾ കാഞ്ഞിരപ്പുഴ പള്ളിപ്പടി തരിശിപ്പാടം പറഞ്ഞൊരു സ്ഥലത്താണ്. തരിശിപ്പാടം. അപ്പം ഞങ്ങളുടെ അവിടുന്ന് കാഞ്ഞിരപ്പുഴ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു അമ്പലമാണ്. അമ്പലത്തിൽ പറയുമ്പം നമ്മൾ ആ അമ്പലത്തിലാണ് വിഷുവേലയൊക്കെ ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ അവിടെ ചില സ്ഥലത്തുണ്ടാവും, പക്ഷെ അത് പലപ്പോഴാണെന്നൊക്കെ ഞാൻ അറിയപ്പെട്ടിരിക്കണു. എവിടുന്നും പറയുന്നതൊക്കെ കേട്ടിക്കണം. അപ്പം ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ലേ, എല്ലാ വിഷുവേലയ്ക്കും ഒരു വിഷുവേല ഒഴിവാക്കില്ല. ഞങ്ങളുടെ അവിടെ എല്ലാ വിഷുവേലയ്ക്കും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ വീട്ടിൽ ഞങ്ങളുടെ എല്ലാ ദിവസവും എല്ലാ വിഷുവേലയ്ക്കും ഞങ്ങളുടെ അവിടെ കാഞ്ഞിരപ്പുഴ പറഞ്ഞ ഒരു അമ്പലത്തിൽ നിന്ന് എപ്പോഴും ഒരു ദിവസം ഒരു വേലയില്ലാത്ത ദിവസമില്ല വിഷുവേലയ്ക്ക്. ഞങ്ങൾ നന്നായി ആലോചിച്ച് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങുന്ന ഡേയ്സാണ് പറയാൻ പോകുന്നത്. ഓണ ദിവസം വിഷുവേല ദിവസം ഞങ്ങൾക്ക് ഏറ്റവും അറിയപ്പെട്ട ഒരു ദിവസം വരുന്നത്. നല്ല സന്തോഷവും ഒരു ഉല്ലാസം വരുന്ന ഒരു ദിവസമാണ് വിഷുവേലയും പിന്നെ കാഞ്ഞിരപ്പുഴ വിഷുവേലയും ഓണവും. പ്രധാനപ്പെട്ട വേലയാണ് ഓണം. ഒരു വേലയല്ല, ഒരു ഉത്സവമാണ് ഓണം. നമ്മുടെ ഒരു പ്രധാന ദേശീയ വേലയാണ് ഓണം. ദേശീയ പ്രിയപ്പെട്ട ഒരു വേലയാണ് ഓണം. ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്താണ് എൻ്റെ ഷോൾഡറിൽ കിടക്കുന്നതല്ലേതാ ഈ കൊണ്ടാണ്ടാക്കും സൈഡ് ബാഗാണേ എന്ന് വിചാരിക്കരുത്. സൈഡ് ബാഗാണ് തൂക്കിയിരിക്കുന്നത്. ബോറടിച്ചു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. വീട്ടിൽ വന്ന് ബോറടിച്ച് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ മൊത്തം ആണുങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ എൻ്റെ വീട് ഒരു മതിൽ പോലെയാണ്. മതിൽ പോലെയല്ല, എന്നാലും എൻ്റെ വീട് ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റും മതിൽ പോലെ കെട്ടിയിരിക്കുകയാണ്.
മതിൽ പോലെ കെട്ടി ഞങ്ങളുടെ വീട് മാത്രം ഒരു വീടായിട്ട് പോലെ ഇങ്ങനെ ഇരിക്കും, ഒരു ഒറ്റ വീടായി പോലെ ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിന് ചുറ്റും ശരിക്കും ഞങ്ങളുടെ വീട്ടിന് ചുറ്റും അപ്പുറത്തുനിന്ന് മുതൽ ഇതുവരെയുള്ള ഇതൊക്കെ വീടുകളാണ്. കാണിച്ചപ്പുറത്തെ വീട് കാണിച്ചാൽ ഉണ്ടാവും. ഒക്കെ വീടുകളാണ്. ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തെ വീഡിയോകളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ഞാൻ കുറേ ദിവസത്തേക്ക് അയക്കുന്നു വീഡിയോ എടുക്കാൻ. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്. അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവർക്കും ഞങ്ങളുടെ പരിചയങ്ങൾ ഉണ്ടോ? ഞങ്ങളുടെ വീട്ടുകാരെയും ആരെങ്കിലും പരിചയമില്ലാത്ത ഉണ്ടോ എന്ന് തോന്നുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട്, അങ്ങനൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലേ നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ. എൻ്റെ അച്ഛൻ ഡ്രൈവറാണ്. എൻ്റെ കൂലിപ്പണിക്കാണ് പോകുന്നത്. നല്ല കൂലിപ്പണിൻ്റെ ഒരു ഡ്രൈവറാണ്. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. അമ്മൻ്റെ പേരും അമ്മ എന്തായാലും പഞ്ചായത്ത് പണിക്കും പോവും. ആർക്കെങ്കിലും കിട്ടിയ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഇതൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും രക്തക്കുറവ് തന്നെ നമുക്ക് പിന്നെ തീരെ വയ്യ. അപ്പോൾ രക്തം കൂടി തോന്നുന്നു. രക്തം ഒരു 5 പോയിൻ്റൊക്കെ അയക്കണം. ആശുപത്രി പോയപ്പം 5 അയക്കണം. അങ്ങോട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ എന്ത് കാര്യം ആരെയെല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പണിക്ക് പോകണം പറഞ്ഞിട്ട് അമ്മ പോകണമെന്നൊക്കെ നല്ല ഇതുണ്ടാവും. പക്ഷെ രണ്ടാൾ പോയാൽ ഞങ്ങൾ വീട്ടു ചിലവൊക്കെ നടക്കും. പക്ഷെ എൻ്റെ അച്ഛൻ പോകണ്ട പറയും. അച്ഛൻ പോയിട്ട് പൈസ കിട്ടാൻ നല്ല താമസമുണ്ടാവും. അതുകൊണ്ടാണ് അമ്മ പോണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ വിട്ടയക്കാൻ സാധ്യത കുറവാണ്. വല്ലപ്പോഴൊക്കെ എന്നാലും വിടുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വിടുമൊന്നുമില്ല. ഏതെങ്കിലും കൂലിപ്പണി അങ്ങനെ എന്തെങ്കിലും ജോലിക്കാണെങ്കിലും വിടും അവിടെ എവിടെയെങ്കിലും ആയിട്ടും. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മേൻ്റെ പേര് പറയുന്നത് ഷീബയാണ്. ഹൗസ് വൈഫാണ് കേട്ടോ. എൻ്റെ ഏട്ടന് വയസ്സായിട്ടില്ല, 17 ആയിട്ടുള്ളൂ. എൻ്റെ ഏട്ടൻ +2 കഴിഞ്ഞിട്ടുള്ളൂ. പേര് സിബിന്. എന്തിന് പഠിക്കാൻ എവിടേക്കെങ്കിലും എന്തെങ്കിലും ചേർത്തണം. എൻ്റെ പേര് അറിയില്ലേ എല്ലാവർക്കും? ഷിയാണ് കേട്ടോ. ഷിയാണ് ഒരു മെസ്സേജ് വന്നതാണ്. ഷിയാണ്, 5ാം ക്ലാസ്സാണ്. ഇനി ആർക്കാണ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് മാർച്ച് 18 ആട്ടെ. ഇന്ന് 2024 മാർച്ച് 18 കുറേ ദിവസമായിട്ട് സ്കൂൾ തുറന്ന മുതൽ സ്കൂൾ തുറക്കുമ്പോഴൊക്കെ ഞാൻ ഇട്ടിക്കണു കാഴ്ച. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ പറഞ്ഞ സാധനം പൂജ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടെന്നില്ല. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇനി മുതൽ അങ്ങോട്ട് കടന്ന് അങ്ങനെ പോകും. ഇനി മുതൽ വീഡിയോ എടുത്ത് ഞാൻ അങ്ങോട്ട് തകർപ്പൻ സ്റ്റാർ. ഞാനിപ്പോൾ ഹെയറിക്കാൻ വന്നു പറഞ്ഞാൽ അടുക്കളയോട്ട് വന്നതാണ്. വെള്ളം നയിച്ചിട്ട് എങ്ങനെ ചലിച്ചിട്ടോ തുള്ളി വെള്ളം കുടിക്കട്ടെ. അവള് വെള്ളം കുടിച്ചു. അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ തൊണ്ടയിൽ വെള്ളം വെച്ചെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഗായ്സ്? ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുത്താലും ഒരു ലൈക്ക് ഒന്നും കിട്ടൂല. ഞാൻ എടുക്കുന്നത് തന്നെ ഒരു പൊട്ട വീഡിയോസാണ്. എന്നാലും എൻ്റെ വീഡിയോസൊന്നും ഞാൻ കടന്ന് പോകും. അത്ര അർജൻറ്റാണ്. പ്ലീസ് നിങ്ങളൊന്ന് എന്നെ സഹായിക്കുക. കമൻറ്റുകൾ കൂടുതലിടുക. എന്നാലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ക്ഷമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണെങ്കിലും എന്തെങ്കിലും നല്ലതോ എന്തെങ്കിലും അത് ചെയ്താലും അതിനെക്കുറിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും കമൻറ്റ് കിട്ടുക. കമൻസൊക്കെ ഉണ്ടായിരിക്കും. എത്രയാണാവോ 10ൻ്റെ ഉള്ളിലാണ് എല്ലാതും.
10, 100, 100ൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കമൻസും ലൈക്സും വ്യൂസും. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കമൻസും. അപ്പോൾ നിങ്ങൾ കമൻസും ലൈക്സും ഷെയർസും കൂടുതൽ ചെയ്യുക. എൻ്റെ വീഡിയോസും ഇപ്പോൾ ആര് തരികയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു 5-6 യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലേ? ആ യൂട്യൂബേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബേഴ്സ് ഏതാണ് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് ഇടുക കേട്ടോ. എൻ്റെ യൂട്യൂബ് വീഡിയോ ഇഷ്ടപ്പെട്ടത് യൂട്യൂബ് വീഡിയോസ് ആരാണ് പറഞ്ഞാൽ ചട്ടമ്പീസ് പറഞ്ഞൊരു ചാനലാണ്. എനിക്ക് അവരുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കാണുന്നത് അവരുടെ വീഡിയോ തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് അവരുടെ വീഡിയോ. എനിക്ക് അവന് നല്ല ഇഷ്ടമാണ്. ചട്ടമ്പീസ് ചാനലുകാരനും നല്ല ഇഷ്ടമാണ്. അപ്പം നിങ്ങളും അതേപോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും എന്തിതാണെങ്കിലും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും ഒരു ഇതുണ്ടായാൽ ഞാനും നിങ്ങളുടെ ആർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ടോ അവർക്കൊക്കെ ഞാനും യൂട്യൂബ് സപ്പോർട്ടും ഷെയറും കമൻറ്റും വ്യൂസും എല്ലാം തരുന്നതാണ്. കൂടുതൽ ഞാൻ ആരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കാണെങ്കിൽ ഞാൻ കൂടുതൽ തരും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ല, അപ്പോൾ വീഡിയോ എടുക്കാമെന്നൊന്ന് വിചാരിച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിൽ നിങ്ങൾ കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് പറയുക. എൻ്റെ ഞാൻ വോട്ടല്ല, എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ആളാണ്, ബിഗ് ബോസിലെ ആളാണ്. മലയാളം ഇതിലാണ്, ലാലേട്ടൻ്റെ ഒരു ബിഗ് ബോസ് ചാനലിലാണ്. മലയാളം കൂടുതൽ ആളിനെ പറയുമ്പോൾ അർജുനും പറഞ്ഞൊരു ഏട്ടനെയാണ് ഞാൻ കൂടുതലും സപ്പോർട്ടല്ല, എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് അർജുൻ ചേട്ടനെയാണ് കൂടുതലേക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ്. അപ്പം എനിക്ക് വോട്ട് ചെയ്യാനൊന്നും ഞങ്ങളുടെ ഒന്നുമില്ല. വോട്ട് ചെയ്യണതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് അർജുനേട്ടൻ. അപ്പം അർജുനേട്ടന് വേണ്ടിയിട്ട് ആരൊക്കെ വോട്ട് ചെയ്യുന്നതോ അവർക്ക് സൂപ്പറായിട്ട് അർജുൻ ചേട്ടൻ്റെ ആരാണോ അത് കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് അവരുടെ പേരൊന്ന് അവരും നിങ്ങളുടെ പേരും ഒന്ന് അറിയിച്ചേട്ടെ. പിന്നെ ഒന്നുമില്ല, എൻ്റെ വീഡിയോ കഴിയാറായും. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ അടുത്ത വീഡിയോയ്ക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വ്യൂസ് എല്ലാം നന്നായി ചെയ്യണേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. പ്ലീസ് കൂട്ടുകാരെ എല്ലാവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ബൈ.